സ്വത്ത് തട്ടിയെടുക്കാൻ ഭർത്താവിനെ കൊലപ്പെടുത്തിയ വീട്ടമ്മ, അതും പ്രായപൂർത്തിയാകാത്ത മകന്റെ സഹായത്തോടെ നടത്തിയ അരുംകൊല. 2013 ജൂലൈയിലാണ് കണ്ണൂർ തളിപ്പറമ്പിന് സമീപം മുളപ്ര എന്ന ഗ്രാമത്തെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. മുളപ്ര സ്വദേശി ചാക്കോച്ചൻ എന്ന കുഞ്ഞുമോനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ റോസമ്മ കുറ്റക്കാരിയാണെന്ന് കോടതിയുടെ വിധി. കേസിൽ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ശനിയാഴ്ച ശിക്ഷ വിധിക്കും. ചാക്കോച്ചനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീടിനടുത്തെ റോഡരികിൽ ഉപേക്ഷിച്ച കേസിലാണ് സംഭവം നടന്ന് 12 വർഷത്തിന് ശേഷം വിധി വന്നിരിക്കുന്നത്. രാത്രി വീട്ടിലുണ്ടായ വഴക്കിനിടെ റോസമ്മയും മകനും ചേർന്ന് ചാക്കോച്ചനെ അടിച്ചു കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസ് കേസ്. ചാക്കോച്ചന്റെ വസ്തു തന്റെ പേരിൽ എഴുതി നൽകണമെന്ന് റോസമ്മ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. സംഭവ സമയം മകന് പ്രായപൂർത്തിയാകാത്തതിനാൽ കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കൊലയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് 30 മീറ്ററോളം വലിച്ചും തള്ളി നീക്കിയുമാണ് റോസമ്മ മൃതദേഹം റോഡിൽ ഉപേക്ഷിച്ചത്. പയ്യന്നൂരിലെ മെഡിക്കൽ സ്റ്റോറിൽ സെയിൽസ്മാനായിരുന്നു ചാക്കോച്ചൻ. അതിക്രൂരമായാണ് ചാക്കോച്ചനെ കൊലപ്പെടുത്തിയത്. 7 തവണ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയോട്ടി അടിച്ച് തകർത്തതിനാൽ തലച്ചോറ് പുറത്തു വന്ന നിലയിലായിരുന്നു. കൃത്യത്തിന് ശേഷം ആയുധം ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തു. കേസിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ പ്രതി ദയ അർഹിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ജഡ്ജിയുടെ ചോദ്യത്തിന് നിത്യരോഗിയാണെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നും വീട്ടിലേക്ക് പോകാൻ അനുവദിക്കണമെന്നുമായിരുന്നു റോസമ്മയുടെ മറുപടി. പ്രതിയുടെ ശാരീരിക അവശതയും പ്രായാധിക്യവും വസ്തുതയാണെങ്കിലും ഇവർ നടത്തിയത് ക്രൂരമായ കൊലയാണെന്ന് കോടതി കണ്ടെത്തി. തളിപ്പറമ്പിൽ അഡീഷണൽ സെഷൻസ് കോടതി പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം വിധി പറയുന്ന ആദ്യത്തെ കൊലക്കേസ് എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട്. രണ്ടാമത്തെ കേസായാണ് ചാക്കോച്ചൻ വധം പരിഗണിച്ചത്. KN പ്രശാന്തായിരുന്നു ജഡ്ജി. വാദിഭാഗത്തിനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് U രമേശൻ ഹാജരായി. News 18 കണ്ണൂർ.